ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മൂകാംബികെ, അക്ഷരാധികെ, വാക്കായും ശബ്ദമായും എന്റെ കുഞ്ഞിന്റെ നാവിൽ വിളങ്ങണേ. എന്റെ മോൾക്ക് കേൾവിശക്തി ഉണ്ടാകണേ ദേവി. അമ്മേ, അമ്മേ മൂകാംബിക, അമ്മേ എന്റെ ഗായത്രി മോള് ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാനാകണേ. അനുഗ്രഹിക്കണേ അമ്മേ ദേവി. എന്താ വലിയ ദുഃഖത്തിലാണല്ലോ? മോള 5 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരുപാട് ചികിത്സകൾ നടത്തി, ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം അമ്മയിൽ അർപ്പിക്കുക. ഇനി അമ്മയേ ഉള്ളൂ ഏക ആശ്രയം. ആശ്രയിക്കുന്നവരെ അമ്മ കൈവിടില്ല. അവരുടെ ആവലാതികൾക്ക് അമ്മ പരിഹാരം കണ്ടിരിക്കും. വരൂ, അവിടെ ആ സരസ്വതി മണ്ഡപത്തിലിരിക്കാം. വന്നോളൂ. ഇരിക്കൂ. ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം. ചേട്ടാ, ആ അമ്മ ഏതാ? അവരറിയില്ലേ? അവരാണ് വിദ്യാമ്മ. വിദ്യാമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവിക സാന്നിധ്യമാണ്. ദേവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവരുടെ സ്ഥലം എവിടെയാ? അത് ആർക്കും അറിയില്ല. വീടില്ലെന്ന് ചോദിച്ചാല് ഇല്ലാന്ന് പറയില്ല, വീടുണ്ടോന്ന് ചോദിച്ചാല് ഉണ്ടെന്നും പറയില്ല. എന്നാലോ ആരോരും ഇല്ലാത്ത ഒരാളാണെന്ന് കണ്ടാൽ തോന്നുകയില്ല. ആരെന്നോ എന്തെന്നോ എവിടെ നിന്ന് വന്നെന്നോ ആർക്കും അറിയില്ല. മൂകാംബികാമ്മയുടെ ഒരു 3-ാം കണ്ണുപോലെ മിക്ക സമയത്തും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ജന്മം. അത്രേ വിദ്യാമ്മയെക്കുറിച്ച് പറയാനാവും. അവതാരപ്പിറവികളെപ്പോലെ ദേവിയുടെ കടാക്ഷം കിട്ടിയ ഏതോ ഒരു ജന്മം അല്ലേ? അതെ അതെ, ആരാണോ ആവോ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, എന്തൊക്കെയോ സിദ്ധികളുണ്ട് അവർക്ക്. ധർമ്മ സംസ്ഥാപനത്തിന് ദേവി നിയോഗിക്കുന്ന മനുഷ്യരുണ്ടാവും. അതിലൊരാളായിരിക്കും ഈ വിദ്യാമ്മയും. അല്ല, പൊതുവാൾ എപ്പോഴാ മടക്കം? നാളെ കഴിഞ്ഞു പോണോന്ന് വിചാരിക്കുന്നു. വല്ലാത്തൊരു സത്യമാണ് ദേവി. ദേവി വിളിച്ചാലേ ഇങ്ങോട്ട് വരവുണ്ടാവൂ.
ഇവിടെ വന്നു പോയാലോ തിരികെ പോകാനുള്ള മനസ്സും ഉണ്ടാവില്ല. അമ്മേ ദേവി മൂകാംബികെ, കാത്തുകൊള്ളണേ ഭാ. ആഹാ, നീ വന്നോ? ദാ നോക്ക്, നിന്റെ അക്ഷരഹാര ദേവിക്ക് ചാർത്തിയത്. നിന്റെ പ്രാർത്ഥനയും നിന്റെ അക്ഷരഹാരവും ഈ കുഞ്ഞിന് അക്ഷരം നൽകട്ടെ. सरस्वती नमस्तुभ्यं മോളെ, कामरूपिणी विद्यारम्भं വിദ്യാദേവതയായ അക്ഷരസ്വരൂപിണിയായ ഭാഷയുടെയും കലകളുടെയും അറിവുകളുടെയും അധിപതിയായ മൂകാംബികാമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. नित्यं पद्मालयां देवी सामान् पातु सरस्वती അമ്മേ മൂകാംബികെ, എന്റെ കുഞ്ഞിനെ കാവലാവണേ. ദേ മോളെ നോക്ക്, അമ്മ ആ പറയേ, എല്ലാ അക്ഷരങ്ങളുടെയും സ്വരൂപം അമ്മ. ആ അമ്മ. ആ പറയൂ, അമ്മ. ആ ആ ആ അമ്മ. അമ്മാന്ന് പറയൂ. ആ ആ ആ ആ അമ്മ. ആ അമ്മേ മൂകാംബികെ, അമ്മേ. ദേവി, ഇവളെ പ്രസവിച്ച അന്ന് മുതൽ കേൾക്കാൻ കൊതിച്ച ശബ്ദം എന്നെ തിരുവി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ മോൾക്ക് ശബ്ദം തന്നു. ഇനി മോള് പറയേ, അമ്മ. ആ മൂ.